हेलो नमस्ते कॉम्पिटिटिव क्रैकर में आप सबका स्वागत है ഇന്ന് നമ്മൾ ഭാഷാ വിജ്ഞാനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിപ്പോയാലോ भाषा विज्ञान की परिभाषा भाषा विज्ञान उस विज्ञान को कहते हैं जिसमें सामान्य रूप से मानवीय भाषा किसी विशेष भाषा की रचना और इतिहास का और अंततः भाषाओं या प्रादेशिक भाषाओं के वर्गों की पारस्परिक समानताओं और विशेषताओं का तुलनात्मक विचार किया जाता है എന്താണ് ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് അതിനെയാണ് മനുഷ്യരുടെ ഭാഷ ഏതെങ്കിലും വിശേഷ ഭാഷയുടെ രചന ദെൻ ചരിത്രം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അവർ ആ ഭാഷകൾ തമ്മിലുള്ള പരസ്പര സമാനതകൾ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് വിശേഷതകൾ ഈ ഭാഷ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസമായിരിക്കുന്നു ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ ഓരോന്നും എഴുതുന്ന രീതിയും അക്ഷരങ്ങളും ഒക്കെ എല്ലാം വ്യത്യാസമാണ് അതിൻ്റെ ഒരു സ്റ്റഡി അതിൻ്റെ ഒരു പഠനം തുലനാത്മക വിചാർ താരതമ്യ പഠനം അതിനെയാണ് ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് ഓക്കെ ഭാഷാ വിജ്ഞാൻ മേ കോൺ സെ അംഗ് മാനേ ജാത്തെ ഹെ എന്തൊക്കെ അംഗങ്ങളുണ്ട് ഭാഷാ വിജ്ഞാൻ ഏതൊക്കെ അംഗങ്ങളാണ് ഉള്ളത് എത്ര എണ്ണം ഉണ്ട് ഭാഷ കഹനെ സെ സാധാരണതഃ ചാർ തത്വം കാ ബോധ് ഹോത്തെ ഹെ ഭാഷ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ 4 തത്വങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരിക ധ്വനി ശബ്ദ പദം അല്ലെങ്കിൽ വാക്യം और अर्थ ധ്വനി എന്ന് പറയുന്നത് ശബ്ദം പദം അല്ലെങ്കിൽ വാക്യം അർത്ഥം ഇതാണ് 4 തത്വങ്ങൾ ധ്വനി വിജ്ഞാൻ ഭാഷാ കാ ആരംഭ ധ്വനി സെ ഹോത്താ ഹെ ഭാഷയുടെ ആരംഭം ധ്വനിയിൽ നിന്നാണ് ധ്വനി के अभाव में भाषा की कल्पना नहीं की जा सकती ധ്വനിയുടെ അഭാവത്തിൽ ഭാഷ നമുക്ക് പറയാൻ പോലും പറ്റില്ല ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളിപ്പോൾ ഫ്രണ്ടിൽ വന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഹിന്ദിയാണെന്ന് നിങ്ങൾക്ക് ഹിന്ദി അറിവും കേട്ടും ഉള്ള ഒരു സംഗതി ഉള്ളതുകൊണ്ട് മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഇല്ലെങ്കിൽ ഇത് അറിയാത്ത ഹിന്ദി അറിയാത്ത ഒരു സ്ഥലത്ത് പോയി ഞാൻ ഹിന്ദി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനി ഞാനൊന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിലോ ഒരു രക്ഷയില്ല ഒന്നും മനസ്സിലാവില്ല അല്ലേ യെസ് കൽപ്പന की जा सकती है नहीं की जा सकती है और हमने देखा है ഭാഷാ വിജ്ഞാൻ का विषय ധ്വന്യാത്മക ഭാഷ ही है ഭാഷാ വിജ്ഞാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വികാസം അതിൻ്റെ വിഷയം എന്താണ് അതിൻ്റെ വിഷയം ധ്വനിയാണ് ധ്വന്യാത്മകമാണ് इसलिए സർവപ്രഥം ധ്വനി का विवेचन आवश्यक है അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ധ്വനിയെ വേർതിരിക്കേണ്ടതുണ്ട് എന്ത് വേണം ധ്വനിക്ക് 3 പക്ഷ है ധ്വനിക്ക് 3 ഭാഗങ്ങളുണ്ട് ഉൽപാദൻ സംവഹൻ और ഗ്രഹൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിനെ വഹിക്കുന്നു ഗ്രഹിക്കുന്നു ക്ലിയർ ഞാനിവിടുന്ന് പറയുന്നു അത് വായുതരംഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ശ്രവിക്കുന്നു ധനുടെ ഗ്രഹിക്കുന്നു ശ്രവിക്കലും ഗ്രഹിക്കലും ഒക്കെ നമ്മൾ ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ് യെസ് അത് ശ്രോതാവിൻ്റെ ഭാഗത്തുള്ള കാര്യമാണ് വക്താവാണ് ധ്വനി ഉൽപ്പാദിപ്പിക്കുന്നത് വായുതരംഗങ്ങളാണ് സംവഹിക്കുന്നത് ഓക്കെ इनमें उत्पादन और ग्रहण का संबंध शरीर से है और संवहन का वायु तरंगों से ഉൽപാദനം എന്ന് പറയുന്നതും ഗ്രഹണം എന്ന് പറയുന്നതും ശരീര സംബന്ധിയാണ് ദാറ്റ് മീൻസ് 2 ആളുകളല്ലേ ശരീരമുള്ള 2 ആളുകളല്ലേ അത് കേൾക്കുന്നത് വഹിക്കുന്നത് വായു തരംഗങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ वक्ता के मुख से निसृत ध्वनि श्रोता के कान तक पहुंचते हैं ध्वनि के उत्पादन के लिए वक्ता जितना आवश्यक है उतना ही उसके ग्रहण के लिए श्रोता आवश्यक है വക്താവിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ധ്വനി ശ്രോതാവിൻ്റെ കാതുകളിലേക്ക് എത്തുന്നു ക്ലിയർ ആയല്ലോ അങ്ങനെ എത്തുമ്പോൾ ധ്വനി ഉൽപ്പാദിപ്പിക്കുന്നതിന് എത്രമാത്രം വക്താവ് പറയുന്ന ആൾ ആവശ്യമാണോ അത്രമാത്രം ആ ധ്വനി സ്വീകരിക്കാൻ അവിടെ ഒരു ശ്രോതാവ് വേണം ക്ലിയർ യെസ് किंतु वक्ता और श्रोता के बीच यदि ध्वनि के संवहन का कोई माध्यम न हो तो ഉൽപ്പന്ന ധ്വനി भी निरर्थक हो जाएगी അപ്പം നമ്മൾ രണ്ടുപേരും കൂടി എന്ന് പറയുമ്പോൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ല ഇവരുടെ വല്ല കാര്യമുണ്ടോ യെസ് അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയ ആയിട്ട് നമ്മുടെ വായു തരംഗങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൽ യാതൊരു കാര്യവും ഇല്ല മനസ്സിലായോ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒച്ചയെടുത്ത് പറഞ്ഞതും അവിടെ കേട്ടതും തമ്മിൽ ഒന്നുമില്ല മീൻസ് ഇവിടുന്ന് പറഞ്ഞത് അവിടെ കേട്ടിട്ടുണ്ടാവില്ല क्लियर यह कार्य वायु तरंगों के द्वारा सिद्ध होता है ഇത് വായു തരംഗങ്ങൾ വഴിയാണ് ഈ കാര്യം നടക്കുക ध्वनि का उत्पादन या ग्रहण कैसे होता है इसे अच्छी तरह समझने के लिए शरीर का थोड़ा बहुत ज्ञान आवश्यक है ധ്വനി ശ്രോതാവിലേക്ക്
എങ്ങനെ എത്തുന്നു എന്ന് അറിയേണ്ടതിന് നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ധ്വനി കാ സമഹൻ വാല പക്ഷ് ഭി തബ് തക് അച്ഛി തര നഹി സമച്ചാ ജാ സക്ത ജബ് തക് ഭൗതികി കാ ദോടാ ബഹുത് ജ്ഞാൻ ന ഹോ. നമ്മളെക്കുറിച്ച് ഭൗതികതയെക്കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ മാത്രം നമുക്ക് ധ്വനിയെക്കുറിച്ചോ അല്ലെങ്കിൽ അത് സംഭവിക്കുന്ന സംഗതികളെക്കുറിച്ചോ കേൾക്കുന്ന ആളെക്കുറിച്ചോ ഒന്നും മനസ്സിലാവില്ല. ശരീര വിജ്ഞാൻ की दृष्टि से मानव शरीर നിമ്നലിഖിത തന്ത്രം സെ വിഭാജിത് കിയാ ജാതാ ഹെ. നമ്മുടെ ശരീരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്ന? അസ്ഥിതന്ത്ര, പേശിതന്ത്ര, ശ്വസനതന്ത്ര, പാചനതന്ത്ര, പരിസഞ്ചരണ തന്ത്ര, उत्सर्जन तंत्र, तांत्रिका तंत्र, अंतस्त्रावी तंत्र और जनन तंत्र. इन तंत्रों के कार्यों पर ध्यान देने से दो ही तंत्र ऐसे दिखते हैं जिनका संबंध भाषण से है. वे है श्वसन तंत्र तथा പാചന തന്ത്ര. ശ്വസന തന്ത്രവും പാചന തന്ത്രവും. ഓക്കെ, കൂടുതലായിട്ട് തന്ത്രം കേട്ടൊന്നും പേടിക്കൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കി വെച്ചാൽ മതി. ധ്വനി പറയുന്നു, വായുതരംഗങ്ങൾ സംഭവിക്കുന്നു, ശ്രോതാവിലേക്ക് എത്തുന്നു. ഓക്കെ, പദവിജ്ഞാൻ ഉച്ചാरण की दृष्टि से ഭാഷ की ലഘുത്വം ഇക്കായി ധ്വനി ഹെ. നമ്മൾ ഉച്ചരിക്കുന്ന ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭാഷയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ധ്വനി. और സാർത്ഥകത की दृष्टि से ശബ്ദ, അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ശബ്ദം, ഉച്ചരിക്കുമ്പോൾ ധ്വനി. യെസ്, यह आवश्यक नहीं है जैसे आ क च ट त प आदि ध्वनियां तो है മഗർ സാർത്ഥക നഹി. ഈ പറഞ്ഞ അക്ഷരങ്ങളെല്ലാം ധ്വനികളാണ്, പക്ഷെ അർത്ഥമില്ല. അബ്, കബ്, ചൽ ആദി ശബ്ദ ഹേ ക്യോംകി ഇൻമേ സാർത്ഥകത ഹേ. എന്നാൽ ഇതിൽ വേറൊരു അക്ഷരം കൂടെ ചേർന്നു അല്ലേ, വ്യഞ്ജനങ്ങളും കൂടെ ചേർന്നു അല്ലേ, അക്ഷരങ്ങളും കൂടെ ചേർന്നപ്പോഴേക്കും അതൊക്കെ ഒരു വേടായി മാറി. അതിന് അർത്ഥമുണ്ട്. അർത്ഥാത് അർത്ഥ ദേനേക്ക് ക്ഷമത ഹേ, അതിന് അർത്ഥം കൊടുക്കാനുള്ള കഴിവുണ്ട് ആ വാക്കുകൾക്ക്. പദവിജ്ഞാൻ മേം പദോം കെ രൂപ और निर्माण का विवेचन होता है. പദവിജ്ഞാനത്തിൽ പദങ്ങൾ നിർമ്മിക്കുന്നു, और निर्माण का विवेचन, അതിനെ നിർമ്മിച്ചതിനെ വിവേചനം ചെയ്യുന്നു. ഉന്മേം കുച്ച് പരിവർത്തൻ കർണ होता है, അതിലെന്തെങ്കിലും പരിവർത്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ HSSSTയുടെ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. പഠിച്ചു തുടങ്ങുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. വിജ്ഞാപനം ഉടൻ തന്നെ നമ്മുടെ ഈ ജൂണിൽ തന്നെ വിജ്ഞാപനം വരും. വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കാമെന്ന് നോക്കിയിരുന്നാൽ ഈ ജാതി സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഒരു ഇച്ചിരി ടഫ് ഉണ്ട് HSST എന്ന് പറയുമ്പോൾ മറ്റുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ, പക്ഷെ പഠിച്ചെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ചേരൂ, പഠിക്കൂ, വിജയം നേടൂ. ഓക്കെ, എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിക്കൂ. 8589083568 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. സംശയങ്ങൾ ദൂരീകരിക്കുക, ചേരുക, പഠിക്കുക, വിജയിക്കുക. ഓക്കെ, सार्थक हो जाने से ही शब्द में प्रयोग योग्यता नहीं आ जाती. അർത്ഥമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ശബ്ദം എവിടെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അർത്ഥമുള്ള വേർഡാണ്. എനിക്കിഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഞാൻ ആ ശബ്ദം അങ്ങ് പ്രയോഗിച്ച് വെക്കുകയാണ്, ഒരു രക്ഷ ഉണ്ടാവില്ല. യെസ്, കോശ് മേ ഹസാരോ ഹസാർ ശബ്ദ രഹത്തെ ഹെ. ഡിക്ഷണറിയിൽ ആയിരക്കണക്കിന് ശബ്ദങ്ങളുണ്ട്. पर उसी रूप में उनका प्रयोग भाषा में नहीं होता. പക്ഷെ അതേ രൂപത്തിലെടുത്താണോ നമ്മൾ ഭാഷയിൽ പ്രയോഗിക്കുന്നത് ഡിക്ഷണറിയിലുള്ള പദങ്ങൾ? അല്ലല്ലോ. कुछ परिवर्तन करना होता है. उदाहरणार्थ കോശ് മേം പഠന ശബ്ദം മിൽത്താ ഹേ. നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് പഠിക്കുക, പഠന എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കിട്ടാമെന്ന് വിചാരിച്ചോ. और वह सार्थक भी है, അതിന് അർത്ഥമുണ്ട്, പഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. लेकिन प्रयोग के लिए പഠന രൂപ ഹി പര്യാപ്ത നഹി ഹേ. പക്ഷെ അത് സെന്റൻസിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ പഠന എന്ന് പറയുന്ന വേർഡ് അവിടെ കൂടെ എഴുതി വെക്കാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യണം? സാത്ത് ഹി ഉസ്കാ അർത്ഥ ഭി സ്പഷ്ട നഹി ഹോത്ത. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും വ്യക്തമാകില്ല. പഠനക്ക് അനേക അർത്ഥ ഹോ സക്തെ ഹെ. പഠിക്കുക എന്ന് പറയുന്ന ആ വേർഡിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ജൈസെ പഠിത്താ ഹെ, പഠ് രഹാ ഹെ, പഠ് രഹാ ഹോഗ. പഠിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിക്കുന്നുണ്ടാകും. ഇങ്ങനെ എല്ലാത്തിനും, എല്ലാ സെൻറ്റൻസുകൾക്കും, എല്ലാ വേർഡുകൾക്കും അങ്ങനെ നമ്മൾ ചേഞ്ചസ് വരുത്തി വേണം കൃത്യമായിട്ട് പ്രയോഗിക്കാൻ. അല്ലാണ്ട് എനിക്ക് ആ വാക്കറിയാം, അതിൻ്റെ അർത്ഥം അറിയാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ എല്ലാ സ്ഥലത്തും കൊണ്ട് ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. അതിന് പരിവർത്തനം വരണം. ഓക്കെ, പഠന के ये अनेक रूप जिस प्रक्रिया से सिद्ध होते हैं उसी का अध्ययन പദവിജ്ഞാൻ का विषय है. അങ്ങനെ പഠന എന്ന് പറയുന്ന വാക്കിനെ, ആ വാക്ക് മാത്രമല്ല കേട്ടോ, അങ്ങനെ വാക്കുകളെ പല രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതാണ് പദവിജ്ഞാനം. ക്ലിയർ? ഓക്കെ, സാർത്ഥക് ഹോ ജാനെ സെ ഹി ശബ്ദ മേ പ്രയോഗ യോഗ്യത നഹി ആ ജാതി. മനസ്സിലാവുണ്ടോ?
അങ്ങനെ അർത്ഥം മാത്രം വന്നതല്ല, അത് പദങ്ങൾ അവിടെ പ്രയോഗിക്കാൻ പ്രാപ്തമല്ല. സംസ്കൃതക്കെ വൈയാകരണോനെ ശബ്ദക്കെ ദോ ഭേദ കിയേ ഹേ. സംസ്കൃതത്തിന്റെ വൈയാകരന്മാര് ശബ്ദത്തിന് 2 ഭേദങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ശബ്ദ और പദ, ശബ്ദവും പദവും. ശബ്ദ സെ ഉൻകാ താല്പര്യ വിഭക്തിഹീന ശബ്ദ സെ ഹേ. ശബ്ദം എന്ന് പറയുമ്പോൾ വിഭക്തി ഇല്ലാത്ത വാക്ക്, അതാണ് ശബ്ദം. ദെൻ ജിസെ പ്രതിപാദിത ബി कहते हैं, അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. പദ ശബ്ദ കാ പ്രयोग വൈസെ ശബ്ദ കെ ലിയെ കിയാ ജാതാ ഹെ ജിസ്മേ വിഭക്തി ലഗി ഹോ. പദം എന്ന് പറയുന്നത് വിഭക്തിയുള്ളത്, ശബ്ദം എന്ന് പറയുന്നത് വിഭക്തി ഇല്ലാത്തത്. അത്രേ മനസ്സിലാക്കിയില്ലേ? അത്രേ മനസ്സിലാക്കൂ. ദെൻ പദരചന की 4 പദ്ധതിയാം ദൃഷ്ടിഗോചർ ഹോത്തി ഹെ. പദരചനയുടെ 4 പദ്ധതികളാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുക. അയോഗാത്മക, ശ്ലിഷ്ടയോഗാത്മക, ശ്ലിഷ്ടയോഗാത്മക और പ്രശ്ലിഷ്ട യോഗാത്മക, അങ്ങനെയാണ് വരിക. ഓക്കെ, യെസ്. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പദവിജ്ഞാൻ പറഞ്ഞു, ധ്വനിവിജ്ഞാൻ പറഞ്ഞു, ഭാഷാവിജ്ഞാൻ പറഞ്ഞു, ശബ്ദം പറഞ്ഞു, പദം എന്താണെന്ന് പറഞ്ഞു. ഇനിയും കുറേയേറെ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാനുണ്ട്. ഓക്കെ, ഇന്നടുത്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.